ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ വീണ്ടും ഗൈസ് നമ്മളുടെ സ്വന്തം മോട്ടൽ മാനേജർ സിമുലേറ്ററിൻ്റെ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കണമെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ നമ്മളെന്തായാലും നമ്മുടെ സ്വന്തം മോട്ടലിൻ്റെ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്ന് എന്തായാലും വന്നേക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മോട്ടൽ എന്ന് വെച്ചാൽ കേട്ടോ. നമ്മുടെ മോട്ടൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളിതിൻ്റെ ഫസ്റ്റ് വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ മെയിൻ ചാനലല്ല, നമ്മുടെ ഒരു സെക്കൻഡ് ചാനൽ. ഓക്കെ, സെക്കൻഡ് ചാനൽ കണക്കെ ഞാൻ എന്തായാലും അപ്ലോഡുകളൊക്കെ നല്ല ചെയ്തിട്ടെന്നാലും ഉണ്ട് കേട്ടോ. കാണാത്തുണ്ടെങ്കിൽ പോയി കണ്ടോ ഗൈസ്. ഓക്കെ, അപ്പം ഇതാണ് ഗൈസ് നമ്മളുടെ മോട്ടലൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നണം. ഓക്കെ, ഈ ഒരു ഗെയിമിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കൽ കളിക്കുന്ന സാധനം ഒരിക്കലും നമുക്ക് പിന്നെ സേവ് ചെയ്യാനായിട്ട് അതിൽ പറ്റില്ല കേട്ടോ. ഇവിടെ പിന്നെ ഉണ്ട് സേവ് എന്നൊരു ഓപ്ഷനുകളൊക്കെ എന്തെങ്കിലും ഉണ്ട്, പക്ഷേ ഈ സേവ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ സാധനം സേവ് ആവില്ല ഗൈസ്. ഓക്കെ, അതാണ് ഈ ഒരു ഗെയിമിൻ്റെ മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ കേട്ടോ. ഞാനിപ്പോൾ എക്സാമ്പിളാണെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. ഈ ഒരു സാധനങ്ങളൊക്കെ സേവ് കണക്ക് എന്തായാലും ആവില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ഒന്നേന്ന് എന്തായാലും പ്ലേയിങ് കണക്ക് എന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഒരിക്കലും ആ സാധനം സേവ് ആവില്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കളിക്കുന്ന എല്ലാ സംഭവങ്ങളും പോവും ഗൈസ്. ഓക്കെ, അത് എന്തോ ഒരു പരിപാടിയായി പോയി കേട്ടോ. അങ്ങനെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കണ്ട കളിച്ചെല്ലാം വേണ്ട. ഇവിടെ ഇപ്പോൾ ഫൈൻ ദി മോട്ടൽ റൂം ആൻഡ് അൺലോക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്താ അവസ്ഥയാണല്ലോ ഗൈസ്. ഓക്കെ, അത് വേണ്ടായിരുന്നു കേട്ടോ. സേവ് ചെയ്യണ ഒരു ഓപ്ഷൻ വേണമായിരുന്നു. ഇതിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ സേവ് പിതിക്കാതെ വരില്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോയിൽ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഒരു റൂം അതൊക്കെ നമ്മൾ സൂപ്പറായിട്ട് എടുത്തിട്ട് നമ്മളതൊരു RGB റൂമാക്കാനായിട്ട് പോവുകയാണ്. യെസ് ഗൈസ്, നമ്മളെന്തായാലും ഒരു RGB റൂമാക്കാനായിട്ട് പോകണം. ഓക്കെ, നമുക്കിപ്പോൾ ഏത് റൂം എടുക്കാം? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, ഈ റൂം നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു റൂം എടുത്താലോ. ഓക്കെ, നമുക്ക് സെക്കൻഡ് റൂം എടുക്കാം കേട്ടോ. ഓക്കെ, നമ്മളെപ്പോഴും ആദ്യത്തെ റൂമല്ലേ ഗൈസ് എടുക്കണേന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ഈ സെക്കൻഡ് റൂം എടുക്കാം ഗൈസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ അൺലോക്ക് ചെയ്തതാണ്, പക്ഷെ അതെല്ലാം ഇതായിപ്പോയി ഗൈസ്. എന്തുകൊണ്ട് നമ്മുടെ ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. ഓക്കെ, കളിച്ചതെല്ലാം പോയി കേട്ടോ. ഓക്കെ, നമ്മുടെ ടൂൾ എടുത്തിട്ട് നമുക്ക് ബിന്നെടുക്കാം ഗൈസ്. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലോട്ട് എന്നാലും കളക്ട് ചെയ്യാനൊക്കെ ചെയ്യാം. ഇത് വെച്ച് കുറച്ച് വൃത്തിയായിട്ട പരിപാടി ആയിപ്പോയി ഗൈസ്. ഓക്കെ, നമ്മളപ്പോൾ ഇതൊരു RGB റൂമാക്കാനാണ് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, ഇവിടെ ഇപ്പോൾ റോളർ എടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കളറുകളൊക്കെ സെലക്ട് ചെയ്യട്ടെ. നമ്മൾ എല്ലാ കളറും ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ റെഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റെഡ് കണക്ക് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പിന്നെ ബ്ലൂ എടുത്തിട്ടുണ്ട്. ബ്ലൂ ഞാൻ എന്തായാലും ഇവിടെ അടിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ പല കളറായിട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ. ഓക്കെ, എന്തായാലും ഇവിടെ വേണ്ട ഇങ്ങനെ ഒരു പിങ്ക് അടിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഓറഞ്ച് അടിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ആയിട്ട് ഞാൻ എന്തായാലും ഇവിടെ ആയിട്ട് ഞാൻ എന്തായാലും ഒരു ഗ്രീൻ അടിച്ചിട്ട് എന്തായാലും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഞാൻ എന്തായാലും ബ്ലൂ അടിച്ചിട്ട് എന്തായാലും ഉണ്ട്. സ്കൈ ബ്ലൂ ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും ഇല്ല റൂമിൻ്റെ നമ്മുടെ ഈ ഒരു വോളുകളെല്ലാം തന്നെ നമ്മളെന്തായാലും ഇതേപോലെ RGB കളറുകൾ നമ്മളെന്തായാലും അടിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്ത് തുറക്കുക. പക്ഷേ ഇതൊക്കെ ഒരിക്കലും നമ്മൾ സേവ് ചെയ്യുമ്പോൾ ആ സാധനം സേവ് ആവില്ല. അടുത്ത പ്രാവശ്യം എടുത്ത് നോക്കുമ്പം ഇതെല്ലാം പോകും ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്കിതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി നമുക്കപ്പോൾ നമ്മുടെ ഈ ഒരു ടോയ്ലറ്റിലൊക്കെ ഇതടിക്കുക ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും RGB കളറാക്കാനാണ് പ്ലാൻ എന്ന് വെച്ചാൽ. നമുക്ക് ഇവിടെയൊക്കെ വെറൈറ്റി കളറ് പിടിക്കാൻ ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു പച്ച അടിക്കാൻ കേട്ടോ. ഓക്കെ, ഈ ഒരു പച്ച അടിപൊളി അടിക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ അടിക്കാം. ഓക്കെ, നമുക്ക് എന്നിട്ട് അടുത്ത് നമുക്ക് ഈ ഡാർക്ക് ബ്ലൂ അടിക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ഓക്കെ അവിടെ അടിച്ച് കഴിഞ്ഞപ്പോൾ ടെക്സ്ചർ മാറ്റി പിടിക്കാം ഗൈസ്. ഓക്കെ, ഈ ഒരു ടെക്സ്ചർ എടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു കളർ എടുക്കാം. ഓക്കെ, എന്നിട്ട് അത് ഇവിടെ അടിക്കാം. എന്നിട്ട് പിന്നെയും ടെക്സ്ചർ മാറ്റാം. നമുക്ക് ഏത് കളർ അടിക്കാം? നമുക്ക് ഈ കളർ അടിക്കാം ഗൈസ്. ഓക്കെ, ഇപ്പം സെറ്റായിട്ട് എന്തായാലും ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പം അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നണം. ഓക്കെ, ഇവിടുത്തെ കളർ മാറ്റാൻ പറ്റൂല. ഓക്കെ, ഇവിടുത്തെ ടെക്സ്ചർ മാറ്റിയിട്ട് നമുക്ക് റെഡ് അടിക്കാം ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ അത് ആ റെഡ് വേണ്ട ഗൈസ്. ഓക്കെ, അത് നമ്മളവിടെ റൂമിൽ അടിച്ചാൽ മതി. നമുക്ക് ഇത് അടിക്കാം കേട്ടോ. ഇതിപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലോ കേട്ടോ. ജയിൽ പോലെ ഉണ്ട്. ഓക്കെ, എൻ്റെ പോലെ എല്ലാം പല കളറാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ടൈല് നമ്മൾ അതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്യാൻ പോകണമെന്ന് തരാം. ഓക്കെ, ടെക്സ്ചർ ഇതെടുക്കാം. ഓക്കെ, ഓറഞ്ച് അതേപോലെ തന്നെ ഗ്രേ, പിന്നെ ഈ ഇവിടെ ഓറഞ്ച് നമുക്ക് വേറെ കളർ പിങ്ക് അടിക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്ന് അതേപോലെ ഇവിടെ ഒരിക്കൽ കൂടെ അടിച്ചാൽ സംഭവം സെറ്റ് കേട്ടോ. ഓക്കെ, നമുക്ക് ഏത് കളർ അടിക്കാം? പച്ച അടിക്കാം കേട്ടോ. പച്ച എടുത്ത് നമുക്ക് ഇതടിക്കാം. ഓക്കെ, എൻ്റെ മോനെ നമ്മളങ്ങനെ പെയിൻ്റെല്ലാം അടിച്ചിട്ട് എന്തായാലും ഉണ്ട്. മൊത്തത്തിൽ RGB റൂമാണ് കേട്ടോ. നമ്മുടെ ടോയ്ലറ്റ് റൂം എല്ലാം RGB ആണ്. നമ്മുടെ റൂഫ് കളർ അടിക്കാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തല്ലല്ലോ റൂമിലുള്ള സാധനങ്ങൾ കണക്കെ മേടിക്കാം. ഇതൊക്കെ റൂം നമ്പർ 2 ആണ് കേട്ടോ. എല്ലാം നമ്മൾ ഹൈടെക് സാധനങ്ങളാണ് വാങ്ങണേന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ ഇതെല്ലാം വാങ്ങിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, കാർപ്പറ്റ്, ടോയ്ലറ്റ്, അതേപോലെ നമ്മുടെ
വാഷ് ബേസിൻ, പിന്നെ നമ്മുടെ കബോർഡൊക്കെ, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ റൂമുകളൊക്കെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റൂമുകളൊക്കെ സെല്ലിന് കണക്ക് കൊടുക്കണം കേട്ടോ. ഓക്കെ, എവിടെ ഇപ്പോൾ ഞാൻ തല്ലല്ലേ മോട്ടൽ കണക്ക് ഓണാക്കിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, റൂം നമ്പർ 2 ആണ് നമ്മൾ RGB രീതിയിൽ എന്തായാലും സെറ്റാക്കിയെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, അതാണ് നമുക്ക് എന്തായാലും സെല്ല് ചെയ്യേണ്ടത്. നമ്മൾ ഓണാക്കിയപ്പോൾ അപ്പം തന്നെ ആൾക്കാർ എത്തി കേസ്. ഓക്കെ, ഇതാണ് നമ്മുടെ RGB റൂം എന്ന് വെച്ചാൽ കേട്ടോ. എങ്ങനെ ഉണ്ടാകും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് എന്തായാലും പറയാം കേട്ടോ. ഓക്കെ, ഒരു കിടില റൂമല്ലേ സോ. ഓക്കെ, പൊളി റൂമല്ലേ. ഓക്കെ, നമ്മളിന്ന് ഈ ഒരു റൂം മാത്രമാണ് കേട്ടോ സെറ്റ് ആക്കണമെന്ന് വെച്ചാൽ കേട്ടോ. വേറെ റൂമൊന്നും സെറ്റ് ആക്കണം, വേറെ റൂം സെറ്റ് ആക്കിയിട്ടും കാര്യമില്ല ഗൈസ്. ഓക്കെ, കാരണം സെറ്റാക്കിയാൽ അപ്പം തന്നെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ഗൈസ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം. നമുക്ക് ഈ ഒരു റൂം അങ്ങ് വിറ്റാൽ നമ്മളങ്ങനെ ആ റൂം നമ്മളിങ്ങനെ വിറ്റിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ RGB റൂം അങ്ങനെ വിറ്റ് പോയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ വേറെ റൂം അങ്ങനെ തന്നെ പണിയണം തന്നെ എന്തായാലും ഇല്ല കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ആ ഒരു റൂം വിറ്റപ്പാട് ഈ റൂം നമുക്ക് തുറക്കാൻ പറ്റില്ല. ഇതൊക്കെ ലെവൽ 10 ആയാലും തുറക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഇവർ പറയണമെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെ മോട്ടൽ തുറങ്ങിയിട്ടുണ്ട്. നമുക്ക് മോട്ടൽ പോപ്പുലാരിറ്റി ലെവൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഫുള്ളി 0-ലാണ് കിടക്കണമെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മുടെ സെറ്റാണ് കേട്ടോ. എല്ലാം വേറെ ലെവലായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ പോലെ ഇത്ര പെട്ടെന്ന് നമ്മുടെ ഈ റൂം ഇതായ ഗൈസ്. ഓക്കെ, റൂം ഒറ്റയടിക്ക് തന്നെ ചെക്കൗട്ടായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ദൈവം ഇവന്മാരൊക്കെ ഒരിക്കൽ നമ്മുടെ ഈ റൂം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പരിപ്പിളൊക്കെ ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ടോയ്ലറ്റിൽ വൃത്തിയിടം തന്നെ എന്തായാലും ഇല്ല കേട്ടോ. ഇവിടെ എന്തായാലും നമ്മൾ മറ്റേ ബിന്നിലൊക്കെ ബിന്ന് വെച്ച് നമുക്ക് എന്തായാലും ഇതില്ലേ ഇത് നൈസർ അങ്ങ് എടുക്കാം ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇല്ലേ ഈ ഒരു ആൾക്കൂടെ നമ്മുടെ റൂമിലൊക്കെ റൂം നമുക്ക് എന്തായാലും കൊടുക്കും. ഇതെന്താണ്? ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ആ ഒരു റൂം നമ്മളെന്തായാലും ഒരിക്കൽ കൂടെ നമ്മളെന്തായാലും സെല്ലിന് കൊടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു ചേച്ചിക്ക് നമ്മളെന്തായാലും റൂം കണക്ക് കൊടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ റൂം. ഇത്ര പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് കയറി. ഓക്കെ, എടേ റൂമിൻ്റെ ഡോർ അപ്പുറത്തല്ലേ, ഇവർ തന്നെ വൃത്തിയാക്കാത്ത റൂമിൽ കൂടെ കയറിപ്പോയി. ഒരു മിനിറ്റ് കാണാൻ പറ്റുമോ അവരെ? ഓ, ഞാൻ അറിയാതെ പർച്ചേസ് ചെയ്ത റൂം. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഇത് അലമ്പ് റൂമാണ്. ഓക്കെ, നമ്മളിത് സെറ്റാക്കണമെന്നില്ല കേട്ടോ. ഓക്കെ, അവർ വന്നാ ഓക്കെ ഓക്കെ അവർ റൂമിൽ വന്നിട്ട് എന്തെങ്കിലും ഉണ്ട് കേട്ടോ. ഓക്കെ, പക്ഷെ എൻ്റെ മോൻ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ വാട്ട് എൻ്റെ മോനെ, അപ്പുറത്തെ റൂമിലാണ് ഡോർ ഇരിക്കണത്, എന്നിട്ട് അവർ ഇതുവഴി കൂടെ ഇറങ്ങിയെന്ന്. കൊള്ളാം ഗൈസ്, പൊളി. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണക്ക്. ഒരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ കണക്ക് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്തായാലും വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ, എന്തായാലും ചെറിയൊരു വീഡിയോ കണക്ക് നമ്മുടെ മോട്ടൽ എന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഈ ഒരു വീഡിയോ ആദ്യം ഇടണമെന്നാണ് ഞാൻ വിചാരിച്ചതില്ല. പക്ഷേ സെക്കൻഡ് ചാനലിൽ നമുക്ക് ഇടാൻ വേറൊരു വീഡിയോകളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ട് എന്തായാലും ഉണ്ടാക്കാം. മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും ഉറപ്പായിട്ട് നമ്മുടെ സെക്കൻഡ് ചാനലിൽ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. ഓക്കെ, ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. ഓക്കെ, ഇതുവരെയായിട്ട് ആരെങ്കിലും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, നമ്മുടെ മെയിൻ ചാനലിൽ നമ്മുടെ ഹോം പേജിലൊക്കെ ഹോം പേജിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ സെക്കൻഡ് ചാനലിൽ ഒരു ലിങ്ക് പോലെ ഒരു സാധനം ഞാൻ ഇട്ട് വെച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. അത് പ്രസ് ചെയ്ത് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും വീഡിയോ വരുന്നതാണ് കേട്ടോ. അപ്പം ഇതിലോട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇതിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തല ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത വീഡിയോസുകളൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എനേബിൾ ആവുന്നതാണ് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.